അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. വിജ്ഞാന വികസനം തുടരട്ടെ, സാഹോദര്യം പുലരട്ടെ എന്ന സന്ദേശമുയർത്തി മൂവാറ്റുപുഴയിൽ വിജ്ഞാന വികസന സദസ്സ് സംഘടിപ്പിച്ചു. വിജ്ഞാന വികസന സദസ്സിന്റെ താലൂക്ക് തല ഉദ്ഘാടനം ലൈബ്രറി കൗൺസിൽ മുൻ ജില്ലാ സെക്രട്ടറി MR സുരേന്ദ്രൻ നിർവഹിച്ചു. വിജ്ഞാന വികസനം തുടരട്ടെ, സാഹോദര്യം പുലരട്ടെ എന്ന സന്ദേശമുയർത്തി മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ TK രാമകൃഷ്ണൻ സ്മാരക ഗ്രന്ഥശാലയുടെയും ലൈബ്രറി കൗൺസിൽ മുനിസിപ്പൽ സമിതിയുടെയും സഹകരണത്തോടെ മൂവാറ്റുപുഴ മുനിസിപ്പൽ ഓഫീസിന് മുന്നിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ വിജ്ഞാന വികസന സദസ്സ് സംഘടിപ്പിച്ചു. വിജ്ഞാന വികസന സദസ്സിന്റെ താലൂക്ക് തല ഉദ്ഘാടനം ലൈബ്രറി കൗൺസിൽ മുൻ ജില്ലാ സെക്രട്ടറി MR സുരേന്ദ്രൻ നിർവഹിച്ചു. ലാഭം 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 എന്ന ചിന്ത മാത്രം ഉള്ള ഭൂരിപക്ഷം ജനങ്ങളെയും കൊള്ളയടിക്കുന്ന അതിലൂടെ ഇങ്ങനെ വളർന്ന് പന്തലിക്കുന്ന മൂലധന ശക്തികൾക്ക് ഒരിക്കലും സമത്വം എന്ന ആശയം പ്രാവർത്തികമാകാൻ താല്പര്യമുണ്ടാകില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായി ഉണ്ട്. ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ആമുഖമായിട്ട് സൂചിപ്പിക്കാൻ കാരണം, നമ്മുടെ രാജ്യം, നിങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇപ്പോ എല്ലാ ഗ്രന്ഥശാലകളും എല്ലാം അതിന്റെ ചുവർ ഭിത്തികളിലൊക്കെ എഴുതി വെക്കുന്നതാണ് ഈ ആമുഖം എന്ന് പറയുന്നത്. അതിലെ 3 രത്നങ്ങളാണ് ഭരണഘടനയുടെ നെഞ്ചിലെ ഏറ്റവും തിളങ്ങുന്ന 3 രത്നങ്ങളാണ് യഥാർത്ഥത്തിൽ സമത്വം എന്നുള്ളത്, സ്വാതന്ത്ര്യം എന്നുള്ളത്, അതുപോലെ സാഹോദര്യം എന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർത്തു വെക്കണം. അതാണ് ഇപ്പൊ 1950 ജനുവരി 26 നമ്മുടെ രാജ്യത്ത് ഭരണഘടന നിലവിൽ വന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൽ ആദ്യത്തെ ഒരു വാചകം തന്നെ ഉണ്ടല്ലേ ശ്രദ്ധിക്കപ്പെടുന്നത്, പരമാധികാരമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. പരമാധികാരം ആർക്കാണ്? ജനങ്ങൾക്കാണ്. താലൂക്ക് പ്രസിഡന്റ് ജോഷിസ് കറിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം കവി ജയകുമാർ ചെങ്ങമനാട്, താലൂക്ക് സെക്രട്ടറി CK ഉണ്ണി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MR പ്രഭാകരൻ, ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് UR ബാബു, PK വിജയൻ, ജോസ് കരിമ്പന, MA എൽദോസ്, NV പീറ്റർ, R രാജീവ്, KR വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ താലൂക്കിലെ 66 ഗ്രന്ഥശാലകളിലും വിജ്ഞാന വികസനം തുടരട്ടെ, സാഹോദര്യം പുലരട്ടെ എന്ന സന്ദേശമുയർത്തി വികസന വിജ്ഞാന സദസ്സ് സംഘടിപ്പിക്കുമെന്ന് താലൂക്ക് സെക്രട്ടറി CK ഉണ്ണി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.